പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ട മഅദിൻ ഹജ്ജ് സംഘം ഇന്ന് കരിപ്പൂർ എയർപോർട്ടിൽ തിരിച്ചെത്തുകയാണ്. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആദ്യ ഹജ്ജ് സംഘമാണ് ഇന്ന് എയർപോർട്ടിൽ തിരിച്ചെത്തുന്നത്. സംഘത്തെ വരവേൽക്കാൻ മഅദിൻ ഉസ്താദുമാരും സ്റ്റാഫുമാരും എയർപോർട്ടിൽ അണിനിരന്നിട്ടുണ്ട്. വർഷങ്ങളായി നിയമവിരുദ്ധമായി വരുന്ന ഹാജിമാരെ കൊണ്ട് ഔദ്യോഗിക വരുന്ന ഹാജിമാർ വളരെ പ്രയാസം അനുഭവിക്കാറുണ്ടായിരുന്നു. 10-30 വർഷമായി അത് നിർമ്മാണത്തിന് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇത്തവണ അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയാം. എൻ്റെ ഈ യാത്രയിൽ അറഫയിലോ മിനയിലോ മുസ്ദലിഫയിലോ ഒരൊറ്റ സ്ഥലത്തും ഇല്ലീഗലായി വന്ന ഒരാളെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി വന്ന ഹാജിമാർക്ക് 100% വളരെ സന്തോഷത്തോടെ ഒരു പ്രശ്നവുമില്ലാതെ ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഇത് നൽകുന്ന സന്ദേശം. 1990-ലുണ്ടായ വലിയ ഗുഹാ ദുരന്തം, 97-ലുണ്ടായ വലിയ ദുരന്തം, അങ്ങനെ എല്ലാ വർഷവും 100 കണക്കിന് അല്ലെങ്കിൽ അതിലേറെ ഹാജിമാർ മരിക്കാറുണ്ടായിരുന്നു. ഇത്തവണ ഒരു സ്വാഭാവിക മരണമല്ലാതെ തിക്കും തിരക്കുള്ള ഒരു മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടില്ല എന്നത് ഏത് കാര്യം നിരന്തര പരിശ്രമത്തിലോ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നത് കാലാവസ്ഥ 40, 42, 44 ആയെങ്കിലും എന്നാലും അങ്ങനെ ഒരു പ്രയാസകരാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ ഏറ്റവും എളുപ്പമായ സൗകര്യപ്രദമായത്, പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ദുആ കൊണ്ട് എനിക്ക് വളരെ റാഹത്തായി തോന്നി. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളൊക്കെ അവിടെ എത്തലാണ് ഏറ്റവും ജീവിതത്തിൽ വലിയ സ്വപ്നം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ സൂപ്പറായിരിക്കും. കാരണം നല്ല അഭിപ്രായമാണ് മൊത്തത്തിൽ. കാരണം എല്ലാം കൊണ്ടും മെച്ചപ്പെട്ടതായിരുന്നു. തങ്ങൾ ഉസ്താദ് സജീവമായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ റാഹത്തായി. ഇത്രയും പരിപൂർണമായ ഒരു ഹജ്ജ് നിർവഹണത്തിന് നമുക്ക് അവസരം നൽകിയ, വേദിയൊരുക്കിയ മഅദിൻ എന്ന വലിയ പ്രസ്ഥാനത്തിനോട് വലിയൊരു കടപ്പാടും അതുപോലെ തന്നെ പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഉസ്താദുമാരുടെ കണിശമായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും ഒരു ഹാജി എന്തൊക്കെ നിർവഹിക്കണം, ഒരു ഹാജി എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഓരോ സമയബന്ധിതമായിട്ട് ഓരോ ജംഗ്ഷനിലും നമ്മളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കി തരികയും അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു സംഘത്തിനോടൊപ്പമായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചിട്ട് തങ്ങൾ മഹാനവറുകളുടെ ഒരു സാന്നിധ്യം, അത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം തങ്ങളോടൊപ്പം അവസാനം പോയ ബാച്ചിൽ പോയവർ 6-7 ആളുകളിൽ ഒരാളാണ് ഞാനും എൻ്റെ കുടുംബവും. അപ്പോൾ തങ്ങളോടൊപ്പം പോകുമ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും, ഒരുപാട് പ്രത്യേകത നമുക്ക് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തങ്ങളോടൊപ്പം തന്നെ നമ്മൾ പോയി. പക്ഷേ അത്യപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. ഈ വലിയൊരു തങ്ങൾ നമ്മളോടൊപ്പം മറ്റ് നേരത്തെ പോയ ആളുകളോടൊപ്പം, അത് എവിടെയാവട്ടെ, മദീനയിലാവട്ടെ, അറഫയിലാവട്ടെ, മീനയിലാവട്ടെ, മുസ്ദലിഫിലാവട്ടെ, എവിടെയൊക്കെയാണോ ആ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഒരു പ്രത്യേകതയും തങ്ങൾ കൊടുക്കാതെ നമ്മളെന്ന സാധാരണ മനുഷ്യന്മാരോടൊപ്പം നമ്മളോടൊപ്പം തന്നെ കടക്കുകയും നമ്മളോടൊപ്പം തന്നെ ഇരിക്കുകയും നമ്മൾക്ക് ക്ലാസ് നൽകുകയും ചെയ്ത ഒരു വലിയ ദിവസങ്ങളായിരുന്നു മഹാനവറുകളുടെ കൂടെ നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, അങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിലേക്കുള്ളൊരു പ്രത്യേകമായ രീതി ആയിരുന്നില്ല. തങ്ങൾക്കൊരു പ്രത്യേകത, നമുക്കൊരു പ്രത്യേകത, അങ്ങനെ ആയിരുന്നില്ല. നമ്മളോടൊപ്പം തന്നെ നിന്ന് കൊണ്ട് നമ്മൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളും ദുആകളും ഇങ്ങനെ സംഘടിപ്പിച്ച് തന്നുകൊണ്ട് ഈ ഒരു അസുഖം പോലും അവഗണിച്ചുകൊണ്ട് ഈ ഹജ്ജ് കഴിയുന്നത് വരെ, അവസാനം ഈ എയർപോർട്ടിൽ എത്തുന്നത് വരെ നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തങ്ങൾ നമുക്ക് ഒരു വലിയൊരു വഴികാട്ടിയായി. ഈ യാത്രാനുഭവം മഅദിൻ്റെ ടീമിനോട് കൂടി ലാസ്റ്റ് മിനിറ്റാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു. ഈവൻ
അവിടുത്തെ സൗകര്യങ്ങളും എല്ലാം നന്നായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സൗദി പോകുന്നത്. ഉംറക്കൊന്നും ഇതുവരെ മുന്നേ പോയിട്ടില്ല. നന്നായിട്ട് നല്ല ഗൈഡൻസും കിട്ടി. അൽഹംദുലില്ലാഹ്. ഹജ്ജ് അല്ലാഹ് സ്വീകരിക്കട്ടെ. നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മളൊരു പരിപൂർണമായ ഒരു ഹജ്ജ് നിർവഹിച്ചിട്ട് വരികയാണ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അത് മബ്റൂറായിട്ട് കൊണ്ട് നടക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധിക്കുമാറാവട്ടെ. മാദിൻ എന്ന് പറയുന്ന ഈ ഹജ്ജാജ് സംഘത്തിനോട് എല്ലാവിധ കടപ്പാടും എല്ലാ ദുആയും നമ്മൾ രേഖപ്പെടുത്തുകയാണ്. കാനഡ അമേരിക്ക യാത്ര ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഹജ്ജിൽ വേണ്ടിയിട്ട് പുറപ്പെടും. അപ്പോൾ ഈ യാത്രകളൊക്കെ ഉസ്താദ് ഷെഡ്യൂൾ ചെയ്യണത് എങ്ങനെയാണെന്ന്? യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാബിറ്റാണ്, ഒരു ഹാപ്പിയാണ്. ഖുർആൻ അത്രമാത്രം യാത്രയെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. ഇനി അടുത്ത ദിവസം തുർക്കിയിലേക്ക് പോവുകയാണ്. അത് യാത്രകൾ നിരന്തരം, അതിൽ നിന്ന് ധാരാളം അനുഭവപാഠങ്ങളാണ് സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഉയർച്ചകളൊക്കെ നേടിയെടുക്കാൻ പോകുന്നത്.